അങ്ങനെ അതും കഴിഞ്ഞു. ഈ ഡിഗ്രിയും പി ജിയും ഒന്നും പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് വലട്ടുന്നത് എക്സാമോ അസൈൻമെൻറ്റോ സെമിനാറോ ഒന്നുമല്ല, അത് ഈ പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടെൻഷൻ കാരണം പി ജി ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിനെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പീപ്പിൾ വിത്ത് അസ്. നട്ടപാതിരക്ക് തലവേദന എടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് നിന്നപ്പം ഈ ഉറങ്ങിക്കോ അർഷേ ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞ ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഉള്ളത്. ആൻഡ് സംടൈംസ് ഓൾ വി നീഡ് ആർ ഗുഡ് ഫ്രണ്ട്സ്. എൻ്റെ പ്രൊജക്റ്റ് ഒന്ന് പ്രൊജക്റ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കാൻ എന്നേക്കാൾ കഷ്ടപ്പെട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ നന്ദി വാക്കുകളൊക്കെ ചിലപ്പോൾ ഒരു ഫോർമാലിറ്റി ആയി പോകും. ഇനി പ്രൊജക്റ്റിൻ്റെ വൈവ പ്രസൻറ്റേഷനും കൂടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ ഇന്നോർത്തിട്ട് ഭയങ്കര പ്രൗഡാണ്. സാറിൻ്റെ ഓരോ ക്വസ്റ്റിനും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വാ വർഷ ഇങ്ങനെയൊക്കെ നീ പറയുമോ എന്നായിരുന്നു സത്യം പറഞ്ഞത്. ആസ് ഓൾവേസ് റോൾ നമ്പർ 1ൻ്റെ പരിതാപകരമായ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹുദൻ്റെ അക്കാഡമിക് ലൈഫ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. നമുക്ക് ഹുദനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഹുദ? ഇനി എന്താണ് പ്ലാൻ? അക്കാഡമിക് ലൈഫ് ഒക്കെ കഴിഞ്ഞില്ലേ? എന്നാ ഡേറ്റ് ജൂൺ 3. അപ്പോൾ ഗൈസ് ഞങ്ങൾ അടുത്ത മീറ്റപ്പ് ജൂൺ 3 കേട്ടോ.